ഇന്ന് നമ്മുടെ കൃഷിത്തോട്ടത്തിൽ അല്ലെങ്കിൽ നമ്മുടെ അടുക്കള തോട്ടത്തിൽ ഒരു ചീരേനെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഇത് നോർമൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചീരയൊന്നുമല്ല, വീട്ടിൽ ഫസ്റ്റ് തനിയെ മുളച്ച് വന്നൊരു ചീരയാണ്. എന്ന് കുപ്പച്ചീരയല്ല കേട്ടോ അത്. ഇതിൻ്റെ തണ്ടൊക്കെ നല്ല പിങ്ക് കളറിൽ നല്ല ടേസ്റ്റുള്ള ഒരു ചീരയാണ് കേട്ടോ. നമ്മളിത് ചീര താളിപ്പൊക്കെ വെക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ അതിൻ്റെ അകത്തുനിന്ന് വിത്ത് മുളച്ചിട്ട് ഇങ്ങനെ ഒരുപാട് തൈകളുണ്ട്. ഇപ്പോൾ 2 വർഷത്തോളമായിട്ട് ഈ ചീര എൻ്റെ തോട്ടത്തിലുണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. ഇതിങ്ങനെ പെട്ടെന്ന് പറമ്പ് നിറയെ ഇങ്ങനെ മുളയ്ക്കുന്നുണ്ട്. ഞാനിതിൻ്റെ തൈകൾ ഇങ്ങനെ വരുമ്പോൾ അത്യാവശ്യം വലിപ്പം വരുമ്പോൾ ഇങ്ങനെ പറിച്ച് നട്ടിട്ട് ഇങ്ങനെ വെക്കും കേട്ടോ. ചീര തോരൻ വെക്കാനാണെങ്കിലും താളിപ്പ് വെക്കാനാണെങ്കിലും രാവിലെ ദോശയ്ക്ക് കറി വെക്കാനാണെങ്കിലും ഒക്കെ ഈ ചീര എടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന കൂട്ടത്തിലാണ് നമ്മളെ തണ്ണിമത്തൻ കാണിക്കാമെന്ന് വിചാരിച്ചു. തണ്ണിമത്തൻ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം അതിന് മുന്നത്തെ വർഷമൊക്കെ നമ്മൾ തണ്ണിമത്തൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിങ്ങനെ വലുതായിട്ടൊന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കുഞ്ഞതാകുമ്പോൾ തന്നെ അങ്ങ് ചീഞ്ഞ് പോകുമായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം വലുപ്പമുണ്ട്. ഇതാ ഇവിടെ അവിടെയൊക്കെ തണ്ണിമത്തൻ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് കാണിക്കാൻ പോകുന്നത് പാൽച്ചീരയാണ്. ഇത് ബീന ടീച്ചർ തന്നതാണ് പാൽച്ചീര. അപ്പോൾ ഒരു 2-3 തൈ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്തോ ഇതിൻ്റെ അകത്ത് ഒരു നടുക്ക് പുഴു വന്ന് അഴുക്കാക്കി പോയി, കേട് വന്ന് പോകുന്നത് കണ്ടോ. നിറയെ പുഴുക്കളാണ് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഞാനിത് 2 തവണ ഇത് മുറിച്ചിട്ടതായിരുന്നു. പക്ഷേ വീണ്ടും ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ പുഴു ഉണ്ടായതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ചീരയിലേക്ക് വരുമെന്നുള്ള കാരണം ഇത് മൊത്തത്തിൽ പറിച്ചൊഴിവാക്കാൻ ഇങ്ങനെ മനസ്സ് പറയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു വിത്ത് കിട്ടിയിട്ട് വേണം എനിക്ക് അടുത്ത വർഷത്തിലേക്ക് പാൽച്ചീര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആകെ ഒരു തൈയല്ലേ ഉള്ളൂ. അപ്പോൾ അതിന്മേൽ നമുക്ക് കിട്ടണം. ബാക്കിയൊക്കെ ഇതേപോലെ പുഴു വന്ന് കേടുവന്ന് പോയി. നല്ല ടേസ്റ്റാണ് ഇത് തോരൻ വെച്ചാലും കറി വെച്ചാലും എന്നൊക്കെ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ ചെയ്യുക, ഇതിങ്ങനെ പുഴു വന്ന് പോകുമ്പോൾ ബാക്കിയുള്ള ചെടികളെയും ബാധിക്കുമെന്ന് പേടിച്ചിട്ടാണ് ഇത് ഞാൻ അതിൻ്റെ തൂമ്പൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ. എന്താ ഇവിടെയൊക്കെ നമ്മുടെ തണ്ണിമത്തനുണ്ട്. മോനെ പേടിച്ചിട്ടും ഇവിടെ കുട്ടികൾ കളിക്കാൻ വരും, പറമ്പിൽ നിറയെ പിള്ളേർ കളിക്കാൻ വരും. അപ്പോൾ അവരൊക്കെ പേടിച്ചിട്ട് ഞാൻ അതെങ്ങനെ അടച്ച് പിടിച്ച് റെഡിയാക്കി സെറ്റാക്കി വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഈ ചീരൻ്റെ പേരറിയുന്നവർ എന്ത് ചീരയാണെന്നൊന്ന് പറഞ്ഞു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു പിങ്ക് സുന്ദരി ചീര ഒന്നും അല്ല.